ശ്രീ ടി പി രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര മണ്ഡലത്തിലെ ചെറുവണ്ണൂർ കൃഷിഭവൻ പരിധിയിൽ അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ കാറ്റും മഴയും വെള്ളപ്പൊക്കവും മൂലം വാഴകൃഷിയും മറ്റു വിളകളും നശിച്ചുപോയ സംഭവമുണ്ടായി. കുലച്ച് മൂപ്പത്താറായ വാഴകളും മറ്റു വിളകളുമാണ് നശിച്ചുപോയത്. അതിൻ്റെ ഫലമായി കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. ദുരന്തത്തെ തുടർന്ന് കൃഷിഭവനിൽ ഇക്കാര്യം അറിയിച്ചതിനെ തുടർന്ന് ചെറുവണ്ണൂർ കൃഷി ഓഫീസറും ജില്ലാ കൃഷി ഓഫീസറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ദുരന്തം നടന്ന സ്ഥലത്തെത്തി കർഷകരുടെ നഷ്ടം നേരിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വാഴ നട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ വിള ഇൻഷൂർ ചെയ്യപ്പെട്ട കർഷകർക്ക് അപേക്ഷ നൽകി 3 വർഷം കഴിഞ്ഞിട്ടും ഇൻഷുറൻസ് നഷ്ടപരിഹാരം ലഭ്യമായിട്ടില്ല. കൃഷി ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്നവർ എന്ന നിലയ്ക്ക് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. പ്രസ്തുത കർഷകരെ പോലെ പേരാമ്പ്ര മണ്ഡലത്തിൽ വിളനഷ്ടത്തിൻ്റെ ഭാഗമായി ഇൻഷുറൻസ് തുക ലഭിക്കാത്തവരായി നിരവധി കർഷകർ ഉള്ളതായിട്ടാണ് അറിയുന്നത്. ഇക്കാര്യം പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാവുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ബ്ലോക്ക് ചെറുവണ്ണൂർ കൃഷിഭവൻ പരിധിയിൽ കഴിഞ്ഞ 3 വർഷം ശക്തമായ കാറ്റിലും മഴയിലും വാഴ ഉൾപ്പെടെയുള്ള വിളകൾക്ക് കൃഷിനാശം സംഭവിച്ചതും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കിയിട്ടുള്ളതുമായ കർഷകരുടെ മുഴുവൻ അപേക്ഷകളും പരിശോധിച്ച് അർഹമായ നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 2023-24 വർഷം പൂർണ്ണമായും 24-25 വർഷം മെയ് മാസം വരെയും നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ നൽകിയ മുഴുവൻ കർഷകർക്കും തുക വിതരണം ചെയ്തു കഴിഞ്ഞു. 23-24, 24-25 വർഷം മെയ് മാസം വരെ 2,77,350 രൂപയാണ് നഷ്ടപരിഹാരമായി വിതരണം ചെയ്തിട്ടുള്ളത്. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കിയിട്ടുള്ള കർഷകർക്ക് 23-24 വർഷം 11,05,846 രൂപ വിവിധ വിളകളുടെ നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ട്. 24-25 സീസണിലെ തുക അനുവദിക്കാൻ ഇൻഷുറൻസ് നടത്തിപ്പ് കമ്പനിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി നടപടി സ്വീകരിച്ചു വരുന്നു. സംസ്ഥാനത്ത് കർഷകർക്ക് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി നൽകുവാനുള്ള കുടിശ്ശിക തുക അടിയന്തരമായി വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ യോഗം ചേരുകയും തുക അടിയന്തരമായി വിതരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനയിലാണ്. വളരെ വേഗത്തിൽ തുക അനുവദിക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.